മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ തട്ടിക്കൊണ്ടുപോയി സ്പോട്ടിൽ തന്നെ കൊലപ്പെടുത്താനായിട്ടാണ് പ്രതാപനും മുത്തശ്ശിയും ആ ഗുണ്ടകളോട് പറയുന്നത്. എന്തായാലും അവരാണെങ്കിൽ മഹിയുമായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആരുമില്ലാത്തൊരു റോട്ടിൽ വെച്ച് മഹിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയം കണ്ണനാണെങ്കിൽ തൻ്റെ മഹി അപകടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നൊക്കെ തോമസ് വൈദ്യനോട് പറയുന്നുണ്ട്. അവനാണെങ്കിൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടന്നിരിക്കുന്നു. അങ്ങനെ മാർക്കോയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. മാർക്കോയും ലോപ്പസും ഓരോ വഴിയിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും മാർക്കോ കണ്ണനോട് പറയുന്നുണ്ട്, വിഷമിക്കാതെ ഇരിക്കെ, ഞാൻ എന്തായാലും മഹാലക്ഷ്മിയുമായിട്ട് തിരികെ വരുള്ളൂ എന്ന്. അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ് ആ ഗുണ്ടകളും. മഹി പറയുന്നുണ്ട്, എന്നെ വെറുതെ വിടണം, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ഞങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളത്, അതെന്തായാലും ചെയ്തിരിക്കണം, നീ കരഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും നീ മരിക്കാനായിട്ട് തയ്യാറായിക്കോ, നിന്നെപ്പോലുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കൊല്ലുന്നതിൽ വിഷമുണ്ട്, എന്ത് ചെയ്യാനാ, എത്രയും പെട്ടെന്ന് കൊന്നു കളയാനായിട്ടാ ഓർഡർ, ആരാ ഇത് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ മഹിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അതാരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല, എന്തായാലും നിന്റെ ശത്രുക്കൾ തന്നെയാണ്, നീ ജീവിച്ചിരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ ശത്രുക്കൾ ഒരൊറ്റ വെടിയുണ്ടയിൽ തീർത്തേക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിലേക്ക് കിടക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ആ ഗുണ്ടകളോട് പിടിക്കാനായിട്ട് പറയുകയാണ് മെയിനായിട്ടുള്ള ഗുണ്ട. അങ്ങനെ മഹിയാണെങ്കിൽ കരയുന്നുണ്ട്, തന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്, എത്ര വേണമെങ്കിലും പൈസ തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല, നിന്ന് കൊന്നിട്ടേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെ തോക്ക് ചൂണ്ടി മഹിക്ക് മുന്നിൽ ആ ഗുണ്ട നിൽക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ മരിക്കാൻ തന്നെ തയ്യാറെടുത്തങ്ങനെ നിൽക്കുകയാണ് കണ്ണടച്ചുകൊണ്ട്. പെട്ടെന്നാണ് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ച് വീഴുന്ന തരത്തിൽ ഒരു വലിയ വടി വന്ന് പതിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒറ്റ നോട്ടത്തിൽ ഷോക്കായി പോകുന്നു. അത് മറ്റാരുമല്ല മാർക്കോയെ കാണുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ വല്ലാത്തൊരു ആശ്വാസത്തോടു കൂടിയിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. എന്തായാലും ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്നും അത് മാർക്കോ തന്നെ ആയിരിക്കുമെന്നും മഹിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മാർക്കോയെ കണ്ട് ആകെ ഭയന്ന് വിറയ്ക്കുകയാണ് ഗുണ്ടകൾ. കാരണം ഗുണ്ടകളുടെ തലവനാണല്ലോ മാർക്കോ. അയ്യോ സാറായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആരാടാ ഈ പണി നിങ്ങളെ ഏൽപ്പിച്ചെന്നൊക്കെ മാർക്കോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും പേര് പറയുന്നു. എന്തായാലും ആ ഗുണ്ടകളെ ഇടിച്ച് അവിടെ നിന്നും ഓട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മഹിയുമായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. എന്തായാലും മഹിയോട് പറയുകയാണ്, തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തുന്ന സമയത്ത് നിനക്ക് നല്ലൊരു കാഴ്ചയുണ്ട്, നീ ആഗ്രഹിക്കുന്ന കാഴ്ച. ഇത് കേട്ട് മഹിയാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കാരണം കണ്ണൻ എഴുന്നേറ്റ് നടന്നു എന്നുള്ളൊരു കാഴ്ചയായിരിക്കും താൻ കാണാൻ പോകുന്നതെന്ന് അവൾ മനസ്സിൽ കരുതുന്നു. അങ്ങനെ മഹാലക്ഷ്മിയുമായിട്ട് തോമസ് വൈദ്യൻ്റെ അരികിലേക്ക് എത്തുകയാണ് മാർക്കോ. അങ്ങനെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ചതെന്തോ അത് നടന്നിരിക്കുന്നു മഹാലക്ഷ്മി. കണ്ണൻ എഴുന്നേറ്റ് നടന്നു, ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നു, നിനക്കെന്തോ ഒരാപത്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് സത്യമായിരുന്നു. അവൻ ഓടിയെത്തിയത് പിന്നീട് നിൻ്റെ അടുത്തേക്കായിരുന്നു, പക്ഷെ നീ ആ റൂമിലുണ്ടായിരുന്നില്ല. എവിടെ എൻ്റെ കണ്ണേട്ടനെ എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ ആവേശം കാണിക്കുകയാണ്. ഈ സമയം കണ്ണനാണെങ്കിൽ അവിടേക്ക് ഇങ്ങനെ സ്വന്തമായി ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവളുടെ കണ്ണുകളാണെങ്കിൽ നിറഞ്ഞൊഴുകുകയാണ് ആ കാഴ്ച കണ്ടിട്ട്. അങ്ങനെ മഹിയാണെങ്കിൽ വേഗം തന്നെ കണ്ണനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടാളുടെയും ആ ഒരു സന്തോഷ നിമിഷം കണ്ട് മാർക്കോയും തോമസ് വൈദ്യനും എല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്നു. ആരാണ് ഈ ഒരു കൃത്യം ചെയ്തതെന്നൊക്കെ മാർക്കോയോട് തോമസ് വൈദ്യൻ ചോദിക്കുമ്പോൾ, മറ്റാരാ, ആ പ്രതാപനും പിന്നെ ആ കരുണയുടെ മുത്തശ്ശിയും ഉണ്ണിയും മേഘനാഥനൊക്കെ കൂടി ചേർന്നിട്ട് തന്നെ ആയിരിക്കും. എന്തായാലും അവരെയൊന്നും ഇനി വെറുതെ വിടുന്നില്ല. ഇനിയിപ്പോൾ കണ്ണൻ സാർ എഴുന്നേറ്റ് നടന്നല്ലോ, അവർക്കൊക്കെ വമ്പൻ തിരിച്ചടി കൊടുക്കണം. അങ്ങനെ മഹിയാണെങ്കിൽ തോമസ് വൈദ്യനോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ കണ്ണേട്ടന് നടന്നുകൊണ്ട് മല ചവിട്ടി കയറാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറ്റും, പക്ഷെ എന്നാലും കൂടെ മാർക്കോ വേണം. അങ്ങനെ എല്ലാം കൊണ്ടും ശുഭമായി തന്നെ കണ്ണൻ്റെ പിറന്നാൾ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. പിറന്നാൾ ദിവസം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ അവൻ്റെ നടക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു. പിന്നീട് മാർക്കോയാണെങ്കിൽ പോകുന്ന വഴിക്ക് ആ അമ്മയെ കാണുകയാണ്. അമ്മ മാർക്കോയോട് പറയുന്നുണ്ട്, ഇന്ന് മഹാലക്ഷ്മിക്ക് വലിയൊരു ആപത്ത് സംഭവിക്കേണ്ടതായിരുന്നു, കൃത്യസമയത്ത് തന്നെ നീ അവിടെ എത്തി, അത് പിന്നെ എൻ്റെ ഡ്യൂട്ടി അതാണല്ലോ, മഹാലക്ഷ്മിയെയും കണ്ണനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതെ നിൻ്റെ ഡ്യൂട്ടി അത് തന്നെയാണ്. എന്തായാലും ആ കുട്ടിക്ക് ഒരാപത്തും വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. പിന്നെ കണ്ണന് ചലനശേഷി തിരികെ കിട്ടിയല്ലേ, അതെ അതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം, എല്ലാം എനിക്കറിയാം. ഇന്ന് തൃക്കാർത്തിക ദിവസമല്ലേ, ഇന്ന് എന്തായാലും അയ്യപ്പസ്വാമി ആ കുട്ടിക്ക് ആ ഭാഗ്യം കൊടുക്കുമെന്ന് ഞാൻ മുന്നേ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സമയം മാർക്കോയാണെങ്കിൽ ആ അമ്മയെ മനസ്സിലാക്കുകയാണ്. അതായത് മഹാലക്ഷ്മി കാണുന്നുണ്ട് എന്ന് പറയുന്ന ആ അമ്മ ഒരു പക്ഷേ
ഈ ഒരു സ്ത്രീ ആയിരിക്കാമെന്ന്. അങ്ങനെ മാർക്കോയോട് അമ്മ പറയുന്നുണ്ട്, കണ്ണന് നടക്കാനുള്ള ശേഷി തിരികെ കിട്ടിയാലും അവൻ മല ചവിട്ടുന്ന സമയത്ത് നീ അവൻ്റെ നിഴലായി തന്നെ കൂടെ വേണം, നിന്നോടൊപ്പമായിരിക്കണം അവൻ മല ചവിട്ടേണ്ടത്. നീക്കിനി അവർക്ക് രണ്ടുപേർക്കും കാവലാളായിട്ട് അവർക്കൊപ്പം തന്നെ വേണമെന്നൊക്കെ പറയുമ്പോൾ അത് പറയാനുണ്ട്, അത് അയ്യപ്പസ്വാമി എന്നെ നേരിട്ട് നിയോഗിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും കണ്ണൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായമാണ് ഇനി തുടങ്ങാനായിട്ട് പോകുന്നത്. മഹാലക്ഷ്മിയും കണ്ണനും ഇനി പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിനായിട്ട് ശത്രുക്കളെ തകർക്കാനായിട്ട് മാർക്കോയും സാഗറും ഒക്കെ തന്നെ. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.